നോർവോ നോർഡിസ്ക് ഡെൻമാർക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെയ്റ്റ് റിഡക്ഷൻ ആൻഡ് ഡയബറ്റീസ് മരുന്ന് വിൽപ്പനക്കാരും നിർമ്മാതാക്കളുമാണ് ഇവർ. ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ 30% ഷെയർ പ്രൈസ് കുത്തനെ ഇടിഞ്ഞു താഴെ വീണു. നോവോ കമ്പനി ഉടൻ തന്നെ അതിൻ്റെ സിഇഒയെ റിസൈൻ ചെയ്യിപ്പിച്ചു. റിസൈൻ ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റിൽ ഏകദേശം 30 വർഷത്തോളം പരിചയമുള്ള പുതിയൊരു സിഇഒ അപ്പോയിൻറ്റ് ചെയ്തു. വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി അവർ ചാർജ് എടുക്കും. 30% പെട്ടെന്ന് ഷെയർ ഇടിഞ്ഞപ്പോൾ അവർ ആകെ പരിഭ്രാന്തരായി കാണും. ഏത് കൊലകൊമ്പനും ഈ ഒരു സ്ഥിതി വരും. ഏത് കൊലകൊമ്പനും പേടിക്കുന്ന ഒരു അവസരമാണല്ലോ 30% മാർക്കറ്റ് താഴെ പോകുമ്പോൾ. നോവോ കമ്പനി വളരെ പരിചയമാർന്ന ഒരു കളിക്കാരനാണ് ഈ ഫീൽഡിൽ. അടി തെറ്റിയാൽ ആനയും വീഴുമല്ലോ. 30% ഇടിവ് പറ്റിയ ഉടനെ പെട്ടെന്ന് ഷെയർ വാല്യൂ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റിക്കഴിഞ്ഞു. എല്ലാ തന്ത്രങ്ങളും പയറ്റിയ അവർ ആദ്യം തന്നെ സിഇഒയെ മാറ്റി. പുതിയ സിഇഒ 7-ാം തീയതി ചാർജ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോവോ കമ്പനി അതിൻ്റെ ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റ് വരെ മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഇത് 2ാമത്തെ തവണയാണ് അവർ ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റ് മാറ്റുന്നത്. ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റ് മുമ്പത്തെ 13 മുതൽ 21% വരെ ഗ്രോത്ത് ആയിരുന്നു പ്രൊജക്റ്റ് ചെയ്തിരുന്നത് സെയിലിൽ. എന്നാൽ അവർ അത് മാറ്റി 8% തൊട്ട് 14% വരെ ആക്കി മാറ്റി. ഡെൻമാർക്ക് കമ്പനിയായ നോവോ നോർഡിസ്ക് ഇന്ത്യ മാർക്കറ്റിൽ ഏകദേശം 85% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ്. കളയാതെ നോക്കാൻ എല്ലാ പദ്ധതികളും എടുത്തു കഴിഞ്ഞു എന്നാണ് മാർക്കറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ ലില്ലി അവർ 2ാമത്തെ സ്ഥാനത്താണ് ഒബസിറ്റി ഡയബറ്റിസ് മാർക്കറ്റിൽ. അവർ ഈ ഒരു അവസരം പാഴാക്കാതെ നോക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. മെഡിസിൻ മാർക്കറ്റ് ഒരു വലിയ പടുകൂറ്റൻ മാർക്കറ്റാണ്. ഏറ്റവും വലിയ മാർക്കറ്റായ ഒബസിറ്റി ഡയബറ്റീസ്, ഈ 2 മാർക്കറ്റും ഒരു പടുകൂറ്റൻ മാർക്കറ്റാണ്. അതിലെ ലീഡറാണ് ഒസംപിക്, നോവോയുടെ ഒസംപിക്. അതിൻ്റെ എന്നും ക്വാളിറ്റി അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. കൂടാതെ റിസർച്ച് വർക്കുകൾ എല്ലാം സമയാസമയങ്ങളിൽ നടത്തിയിരുന്നു. ഒരു മാസം മുമ്പെയാണ് അവർ ഇന്ത്യയിൽ ഒരു ഷോട്ട് ഇഞ്ചക്ഷനോട് കൂടിയൊരു ഷോട്ട്, ഒസംപിക് ഷോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനത് ബിസിനസ് ബേണിംഗ് വഴി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വൈകിയ വേളയിൽ നമുക്ക് നോവോ കമ്പനിയെ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്താം. സൈനിങ് ഓഫ്, ഹർഷജിത്ത്.